ഓരോ ദൈവമക്കളും ദൈവത്തിൻ്റെ വചനത്തിൽ വളർന്ന് പക്വത പ്രാപിച്ച് സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായിട്ട് മാറണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിന് പ്രധാനപ്പെട്ട 7 കാര്യങ്ങളിൽ ഏറ്റവും അവസാനമായി ദൈവത്തിൻ്റെ വചനം പറയുന്ന കാര്യമാണ് ബന്ധങ്ങൾ. നമ്മൾ ആരോട് കൂട്ടുകൂടുന്നു, നമ്മൾ ആരുമായിട്ടൊക്കെ സംസാരിക്കുന്നു, നമ്മൾ ആരോടൊക്കെ സമയം ചെലവഴിക്കുന്നു, അത് നമ്മുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കും. അതുകൊണ്ടാണ് 1-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞത്, ലോകത്തിലുള്ള എല്ലാവരോടും നമുക്ക് കൂട്ടുകൂടാൻ പറ്റത്തില്ല, എല്ലാവരോടും സമയം ചെലവഴിക്കാനും പറ്റത്തില്ല. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നീ നടക്കരുത്, പാപികളുടെ വഴിയിൽ നീ നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ നീ ഇരിക്കരുത്. നമ്മളെപ്പോഴും ദൈവവുമായിട്ട് അടുത്ത ബന്ധമുള്ളവരായിരിക്കണം. ഈ ദൈവമായിട്ടുള്ള അടുത്ത ബന്ധം വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 കാര്യങ്ങളോടാണ്. ഒന്ന്, വചനം ധ്യാനിക്കുന്നതിലൂടെ, രണ്ടാമതായി പ്രാർത്ഥിക്കുന്നതിലൂടെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം പോലും ദൈവവുമായിട്ട് ബന്ധപ്പെടാത്ത ഒരു ദിവസം ഉണ്ടായിരിക്കരുത്. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു കണക്ഷനാണ്. ദൈവവും മനുഷ്യനുമായിട്ടുള്ളൊരു ഫോൺ കോളാണ്. ദൈവവും മനുഷ്യനുമായിട്ട് സംസാരിക്കുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. എത്ര ടൈറ്റ് ഷെഡ്യൂളായിരുന്നാലും, എത്ര ബിസി ലൈഫായിരുന്നാലും, അതിൻ്റെ ഉള്ളിലും പ്രാർത്ഥിക്കുവാനുള്ള ഒരു സമയം, പ്രാർത്ഥിക്കാനുള്ള റൂം, പ്രാർത്ഥിക്കാനുള്ളൊരു സ്ലോട്ട് നമ്മൾ കണ്ടെത്തിയിരിക്കണം. അപ്പോഴാണ് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ വളർന്നു വരുന്നത്. ചില ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് അങ്ങനെയുള്ള ബന്ധങ്ങളിൽ നിന്നും നമ്മൾ ഒഴിഞ്ഞു നിൽക്കണം. പൗലോസ് പറഞ്ഞു, നിങ്ങൾ അവിശ്വാസികളുമായി ഇണയില്ലാ പിണ കൂടരുത്. ദൈവത്തിൻ്റെ വചനം അറിയാത്തവൻ്റെ ഉപദേശങ്ങളുടെ പുറകെ നിങ്ങൾ പോകരുത്. കള്ളപ്രവാചൻ്റെ ഉപദേശങ്ങൾക്ക് പിന്നാലെ നിങ്ങൾ പോകരുത്. കള്ളപ്രവാചൻ്റെ കൂട്ടായ്മയിൽ നിങ്ങൾ ചെന്നിരുന്ന് അവൻ്റെ വഴികൾ നിങ്ങൾ പഠിക്കരുത്. സദൃശ്യവാക്യം 22, 24, 25. കോപശീലനോട് സൗഹൃദം അരുത്, ക്രോധമുള്ള മനുഷ്യനോടുകൂടെ നടക്കുകയും അരുത്. നീ അവൻ്റെ വഴികൾ പഠിക്കുവാനും നിന്റെ പ്രാണൻ കെണിയിൽ അകപ്പെടാനും ഇടവരരുത്. എപ്പോഴും കോപിക്കുന്ന ഒരു മനുഷ്യൻ്റെ കൂടെ നമ്മൾ സൗഹൃദം ഉണ്ടാക്കി അവൻ്റെ കൂടെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ശാന്തമായി നടന്ന നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് കോപിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായി വരും. അതെവിടെ നിന്ന് വന്നു? അവനോടുള്ള സമ്പർക്കത്തിൽ നിന്നും അവൻ്റെ സ്വഭാവം നമ്മുടെ ഉള്ളിൽ വന്നതാണ്. അതുപോലെ ക്രോധശീലമുള്ള ഒരു മനുഷ്യൻ്റെ കൂടെ നടന്നാൽ അവൻ്റെ ക്രോധം, അതേ സ്വഭാവം നമ്മുടെ ഉള്ളിലോട്ടും വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കോപശീലനോടും ക്രോധമുള്ളവനോടും കൂട്ടുകൂടരുത്. നമുക്കൊരു തീരുമാനമെടുക്കാം. നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതമല്ലാത്ത എല്ലാ ബന്ധങ്ങളും മാറിപ്പോയി ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമുള്ള ബന്ധങ്ങൾ മാത്രം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അപ്പോൾ നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കാൻ പോകുന്ന കാര്യം ഇതാണ്: ദൈവമേ, എൻ്റെ ജീവിതത്തിലെ ദൈവഹിതമല്ലാത്ത സകല ബന്ധങ്ങളും തകർന്നു പോകട്ടെ. കർത്താവേ, എല്ലാത്തിലുപരി അങ്ങയോടുള്ള ബന്ധത്തിൽ നാൾക്ക് നാൾ ഞാൻ വളരുന്നവനായി, അങ്ങയോടുള്ള സ്നേഹത്തിൽ ഞാൻ നാൾക്ക് നാൾ വളരുന്നവനായിട്ട് മാറുവാൻ എന്നെ സഹായിക്കണമേ. ദൈവമായിട്ട് നമ്മുടെ ബന്ധങ്ങൾ മുറിഞ്ഞു കിടക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരാം. ആ ബന്ധത്തിൽ, അപ്പനും മക്കളുമായിട്ടുള്ള ആ ബന്ധത്തിലേക്ക് നമുക്ക് തിരികെ വരാം. ദൈവം അതിനായി നമ്മളെ വിളിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.